ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് ഒരു ഹെൽത്തി ആയിട്ടുള്ള ലോഡഡ് ഫ്രൈസിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ഐറ്റമാണ് ലോഡഡ് ഫ്രൈസ്. അപ്പോൾ അതെങ്ങനെ ഹെൽത്തി ആയിട്ടുള്ള രീതിയിൽ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഇതിനായിട്ട് ഞാനിവിടെ ഒരു 200 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടിയാണ്. അപ്പോൾ അത്യാവശ്യം എരിവുള്ള മുളക് പൊടി ആയതുകൊണ്ട് തന്നെ ഞാൻ ഒരു 2 ടീസ്പൂൺ അളവിലാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൽ ഒരുപാട് മസാലകളൊന്നും നമ്മൾ ചേർത്ത് കൊടുക്കുന്നില്ല. മെയിനായിട്ട് നമ്മൾ ഈ ഉപ്പും മുളക് പൊടിയും മാത്രമാണ്. ഇനി നമ്മളിതിലേക്ക് യോഗട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒരു ടീസ്പൂൺ ഇതേപോലെ മുഴുവനായിട്ട് നമ്മൾ യോഗട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ കോൺഫ്ലവർ ഒരു ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലവറും കൂടെ ചേർത്ത് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ആക്കിയിട്ട് കൊടുക്കുന്നുണ്ട്. കൈ ഉപയോഗിച്ചിട്ട് നല്ല രീതിയിൽ എല്ലാ ഭാഗത്തേക്കും മസാല പിടിക്കുന്ന രീതിയിൽ ഒന്ന് കുഴച്ചിട്ട് എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതൊരു 20 മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഇനി ഈ സമയം കൊണ്ട് നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ഒരു മയണൈസ് റെഡിയാക്കി എടുക്കാനുണ്ട്. അതിനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു പുഴുങ്ങിയ മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു വെളുത്തുള്ളിയുടെ അല്ലി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ഒരു ടേബിൾ സ്പൂൺ അളവിൽ വിനെഗർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഒലീവ് ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും സെയിം ഒരു ടേബിൾ സ്പൂൺ അളവിൽ തന്നെ നമുക്ക് ഒലീവ് ഓയിലും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ്, അതായത് ഞാനൊരു 1/4 ടീസ്പൂൺ അളവിൽ ചേർത്തെടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ അളവിൽ തന്നെ മുളക് പൊടിയും ചേർത്തെടുക്കുന്നുണ്ട്. ഇതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ പാപ്രിക്ക പൗഡർ ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ ടേസ്റ്റ് ആയിരിക്കും. ഇനി നമ്മൾ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ടേബിൾ സ്പൂൺ അളവിൽ ടൊമാറ്റോ സോസും പിന്നെ നമ്മൾ ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ പാലുമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് നല്ല രീതിയിൽ തന്നെ ഒന്ന് അരച്ചിട്ട് എടുക്കണം. അത് പേസ്റ്റ് രൂപത്തിലാക്കി മാറ്റി വെക്കാം. ഇനി നമ്മൾ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കിയെടുക്കുന്നത് എയർ ഫ്രയറിലാണ്. നമ്മളെല്ലാം ഹെൽത്തി ആയിട്ടുള്ള രീതിയിൽ, അതുകൊണ്ട് ഓയിൽ ഫ്രീ ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എയർ ഫ്രയറിൽ നമ്മൾ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അതേപോലെ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനും എയർ ഫ്രയറിൽ തന്നെയാണ് ഫ്രൈ ചെയ്തിട്ട് എടുക്കുന്നത്. ഇനി ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു പാത്രം എടുത്തിട്ടുണ്ട്. ആ പാത്രത്തിലേക്ക് ആദ്യത്തെ ലെയറായിട്ട് നമ്മൾ ഫ്രഞ്ച് ഫ്രൈസാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ ഇനി ഇതൊന്നും കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഏത് പാത്രത്തിലാണ് സെർവ് ചെയ്യേണ്ടത് അതിൽ തന്നെ നമുക്കത് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ഇതിലേക്ക് വൈറ്റ് സോസും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ വൈറ്റ് സോസ് വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു മയണൈസ് തന്നെ മതിയാവും. ഇനി രണ്ടാമത്തെ ലെയറായിട്ട് നമ്മൾ ചിക്കനാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി അതിന് മുകളിലായിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള മയണൈസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മയണൈസ് മാക്സിമം എല്ലാ ഭാഗത്തേക്കും ഫുള്ളായിട്ട് കവർ ചെയ്യുന്ന രീതിയിൽ ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം ഞാൻ ചേർത്ത് കൊടുക്കുന്നത് വൈറ്റ് സോസാണ്. അപ്പോൾ വൈറ്റ് സോസ് ഇല്ലാന്നുണ്ടെങ്കിൽ മയണൈസ് അത്യാവശ്യം ഉണ്ടാക്കിയിട്ട് അത് മുഴുവനായിട്ട് കവർ ചെയ്താൽ മതി. വൈറ്റ് സോസ് വേണമെന്നുള്ളവർക്ക് അങ്ങനെയും ചെയ്യാം, നല്ല ടേസ്റ്റാണ്. അതിന് മുകളിൽ ഒരു ലെയറും കൂടി നമ്മൾ മയണൈസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പൈപ്പിംഗ് ബാഗിലൊക്കെ ആക്കി കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ലോഡഡ് ഫ്രൈസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക. അപ്പോൾ നല്ല ടേസ്റ്റുള്ള ഒരു അടിപൊളി ഐറ്റം തന്നെയാണ്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്തത് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അസ്സലാമു അലൈക്കും. ബൈ ഫ്രം സിനു ഷംസി.